നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയ്ക്ക് ഓട്ടോറിക്ഷ നൽകി ആം ആദ്മി പാർട്ടി. CPM-മായി നിരന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ചിത്രലേഖയ്ക്ക് കിട്ടിയത് ഉപജീവന മാർഗം. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടു. യാത്ര തിരിച്ചത് 361 യാത്രക്കാരുമായി. മടക്ക വിമാനം മദീനയിൽ നിന്നും ജൂലൈ 10 പുറപ്പെടും. കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ്. 2 സീറ്റിൽ KSUവിന് അട്ടിമറി വിജയം. MSF പാനലിൽ മത്സരിച്ച 2 പേർക്കും വിജയം. വാർത്തകൾ വിശദമായി. കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രലേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ മഹിളാ ശക്തി ഓട്ടോറിക്ഷ നൽകി. തുടർച്ചയായി CATU CPM പ്രവർത്തകരെന്ന് ആരോപിക്കപ്പെടുന്ന സംഘം ചിത്രലേഖയുടെ വീട് ആക്രമിക്കുകയും ഓട്ടോറിക്ഷ അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആപ്പ് പ്രവർത്തകർ കൈത്താങ്ങായെത്തിയത്. പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രലേഖയ്ക്ക് നേരെ അവിടെ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കുകയും ഇതേ തുടർന്ന് അവർ കണ്ണാടിപ്പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു. 9 മാസം മുൻപാണ് കണ്ണാടിപ്പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ കത്തിച്ചത്. ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽരഹിതയായി വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്ത് ഇറക്കുന്നതിനായി 4 ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പ് പ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത്. കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ താക്കോൽ കൈമാറി. ചിത്രലേഖയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. CPM-ന്റെ ഒരു വെല്ലുവിളിയും ഇനി നടക്കില്ലെന്നും ചിത്രലേഖ സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ചിത്രലേഖ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. എല്ലാ കഥകളും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. CPM എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ 20 വർഷമായി വ്യക്തിപരമായി അവരെ വേട്ടയാടുകയാണ്. അവരുടെ സംവിധാനം ഉപയോഗിച്ച്, ധാർഷ്ട്യം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ് ഞങ്ങൾ പറയുന്ന കേട്ടിവിടെ ജീവിച്ചാൽ മതി എന്ന് പറയുന്നത് താലിബാനിസമാണ്. അതാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങൾ അവർക്കൊരു കൈത്താങ് കൊടുത്തിരിക്കും. ഞങ്ങൾ ഈ ഓട്ടോ ഇട്ടിരിക്കുന്ന പേര് ആം ആദ്മി എന്നാണ്. ആം ആദ്മിയെ തൊടാൻ, ഈ ഓട്ടോയെ തൊടാൻ ധൈര്യം CPM-ന് ഉണ്ടാവില്ല. കാരണം ഇത് കേജ്രിവാളിൻ്റെ ഓട്ടോയാണ്. കേജ്രിവാളിൻ്റെ ആശയം പേറുന്ന ഓട്ടോയാണ്. ആം ആദ്മിയുടെ സവാരിയാണ്. ചിത്രലേഖ അതിൻ്റെ നിമിത്തം ഒരു ടൂളാണെന്നേ ഉള്ളൂ. ആം ആദ്മിയുടെ ഓട്ടോയാണ് ഓടുന്നത്. ആ ഓട്ടോയെ തൊടാൻ, ഇനി അത് കത്തിക്കാൻ, അവരുടെ ഉപജീവനമാർഗം ഇല്ലായ്മ ചെയ്യാൻ CPM എന്ന് പറയുന്ന സംവിധാനം കഴിയില്ല. അവരത് നിൽക്കില്ല. അങ്ങനെ നിന്നാൽ അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്താ ഞങ്ങൾക്കറിയാം. അതിശക്തമായി അവരുടെ പിന്നിൽ അണിനിരക്കും. ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ വിഷയത്തിൽ. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല. ഇന്ന് മുതൽ ഇവിടെ ഒരു പുതിയ ചരിത്രം തുറക്കാൻ പോവുകയാണ്. ബാക്കി നമുക്ക് നോക്കാം. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമെന്ന് ചിത്രലേഖ പറഞ്ഞു. വെല്ലുവിളികളെ അതിജീവിച്ച് മുൻപോട്ട് പോകാനാണ് തീരുമാനം. തനിക്കെതിരെ ആക്രമണങ്ങളിൽ ജില്ലാ ഭരണകൂടമോ പോലീസോ ഫലപ്രദമായി നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ചിത്രലേഖ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ടോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ നമുക്ക് കോടതിയുടെ ഭാഗത്തുനിന്നും ശരിയായ നിലപാടിലല്ല മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറുകയുണ്ടായി. അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത്. ഈ 9 മാസക്കാലം ഞാൻ ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ്. കാരണം ആത്മഹത്യ ചെയ്യണോ, ചെറിയ 2 കുട്ടികളുണ്ട്, പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചു വെക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആം ആദ്മി പാർട്ടി എൻ്റെ കാര്യങ്ങൾ പറയുകയും പിന്നെ എനിക്കൊരു കൈത്താങ്ങ് ആവശ്യമെന്ന് പറഞ്ഞത്. അപ്പോൾ അവരതിന് സന്നദ്ധമായി എന്നെ സഹായിച്ചു. ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെൻറ്റും വുഡ് വർക്കും 1 മാസം ജീവിക്കാനുള്ള സാമ്പത്തിക സഹായവുമാണ് ആം ആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത്. താക്കോൽദാന ചടങ്ങിൽ ആപ്പ് വനിതാ വിഭാഗം മഹിളാ ശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം, നേതാക്കളായ A. അരുൺ, അജി കൊളോണിയ, ജയദേവ്, ഗംഗാധരൻ, TT സ്റ്റീഫൻ, സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം തത്കാലത്തേക്ക് മാറ്റിവെച്ചു. ADM K. നവീൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ സമരസമിതി നേതാക്കന്മാരും നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന യോഗത്തിന്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം.
ഊർപ്പഴശ്ശിക്കാവ് അടിപ്പാതയുടെ ഉയരം 1 മീറ്റർ ഉയർത്തുക അല്ലെങ്കിൽ നടാൽ OKUP സ്കൂളിന് സമീപം അടിപ്പാത നിർമ്മിക്കുക എന്ന യോഗത്തിൽ ഉയർന്ന ആവശ്യം NHAIക്ക് ശുപാർശയായി നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. ഈ ഭാഗത്തേക്ക് വരുന്ന ബസ്സുകളുടെ സഞ്ചാരത്തെ തടയുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും NHAIയോട് യോഗം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന 50ഓളം സ്വകാര്യ ബസ്സുകളുടെ സമരം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാൻ തീരുമാനിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടാലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെയ് 30 മുതലാണ് സമരം ആരംഭിച്ചത്. യോഗത്തിൽ NHAI പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ്, കണ്ണൂർ സൈറ്റ് എഞ്ചിനീയർ ഹർകേഷ് മീന, നിർമ്മാണ കരാർ കമ്പനി പ്രതിനിധികൾ, സമരസമിതി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹൈസ്കൂൾ 1977-78 ബാച്ചും 82-85 ബാച്ചും ചേർന്ന് ഈ വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സ്നേഹാദരം സംഘടിപ്പിച്ചു. എക്സലൻസ് 24 എന്ന പേരിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കൈവരിക്കാൻ കഴിഞ്ഞ സമുചിതമായ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ നിങ്ങളെല്ലാം പങ്കെടുക്കണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകന്മാർ, അതുപോലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും എല്ലാം ഉൾപ്പെടെ എല്ലാ സ്രോതസ്സുകളെയും സമാഹരണം കൊണ്ടാണ് നമ്മുടെ കേരളം ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി P. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ PV ജയസൂര്യൻ, MK മെഹറൂഫ്, VKP നാസർ, AP സുരേഷ് ബാബു, ലത്തീഫ് പനക്കാട്ട്, P. കിഷോർ, KP മഹമ്മൂദ്, CH അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് മാപ്പ് പറയണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിലെ പ്രസിദ്ധമായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തത്. കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്ന് ധ്വനിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ആഭിചാര ക്രിയകൾ നടന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ഷേത്രത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യത്തിൽ കേരള മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു. കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിൻ്റെ പേര് ശത്രു വൈഭവയാഗമെന്നാണെന്നും ആ യാഗത്തിൽ 21 ആടുകളെ, 21 പോത്തുകളെ, 21 ചെമ്മരിയാടുകളെ, 5 പന്നികളെ ബലി നൽകിയെന്നുമാണ് DK ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനാണ്, അവഹേളിക്കാനാണ് DK ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഈ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. കർണാടക കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം DK ശിവകുമാറിന് ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി വിജു എളക്കുഴി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയ്ക്ക് ഓട്ടോറിക്ഷ നൽകി ആം ആദ്മി പാർട്ടി. CPMുമായി നിരന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ചിത്രലേഖയ്ക്ക് കിട്ടിയത് ഉപജീവന മാർഗം. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടു. യാത്ര തിരിച്ചത് 361 യാത്രക്കാരുമായി. മടക്ക വിമാനം മദീനയിൽ നിന്നും ജൂലൈ 10 പുറപ്പെടും. കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് 2 സീറ്റിൽ KSUവിന് അട്ടിമറി വിജയം. MSF പാനലിൽ മത്സരിച്ച 2 പേർക്കും വിജയം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്.
കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിംഗ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. കണ്ണൂരിൽ നിന്നുള്ള 361 തീർത്ഥാടകർ അടങ്ങുന്ന ആദ്യ ഹജ്ജ് സംഘം ശനിയാഴ്ച രാവിലെ 6:20 കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസി ഫ്ലാഗ് ഓഫ് ചെയ്തു. സൗദി എയർലൈൻസ് വിമാനത്തിലാണ് തീർത്ഥാടകർ ജിദ്ദയിലേക്ക് യാത്രയായത്. ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് 183 പുരുഷ തീർത്ഥാടകരും 178 സ്ത്രീ തീർത്ഥാടകരുമാണ്. ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ U. അബ്ദുൽ കരീം, കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് കൺവീനറും കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ PP മുഹമ്മദ് റാഫി, ഹജ്ജ് കമ്മിറ്റി അംഗം PT അക്ബർ, മുൻ MLA MV ജയരാജൻ, കിയാൽ MD ദിനേശ് കുമാർ, കിയാൽ ഓപ്പറേഷൻസ് മാനേജർ സുരേഷ് കുമാർ, സൗദി എയർലൈൻസ് ഉദ്യോഗസ്ഥരായ വാഹിദ്, ഹസൻ, അർജുൻ കുമാർ, മട്ടന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ P. പുരുഷോത്തമൻ, S. നജീബ്, MCK അബ്ദുൽ ഗഫൂർ, CK സുബൈർ, നിസാർ അതിരകം, മുഹമ്മദ് അഷ്റഫ്, സിറാജ് കാസർഗോഡ്, KP അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. വിമാനത്താവളത്തിന്റെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ 1 മുതൽ 10 വരെ 9 ഫ്ലൈറ്റ് സർവീസുകൾ മുഖേന ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകും. ജൂൺ 3-ന് 2 വിമാനങ്ങൾ ഉണ്ടാവും. രാവിലെ 8:30-നും ഉച്ചയ്ക്ക് 1:10-നും. ഉച്ചയ്ക്കുള്ള വിമാനം കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള സ്ത്രീകളുടെ ഏക സർവീസ് ആയിരിക്കും. കണ്ണൂരിൽ നിന്നുള്ള മടക്കയാത്ര മദീനയിൽ നിന്നാണ്. ജൂലൈ 10-ന് മദീനയിൽ നിന്നാണ് കണ്ണൂരിലേക്കുള്ള മടക്ക വിമാനം പുറപ്പെടുക. ആദ്യ മടക്ക വിമാനം ജൂലൈ 10-ന് പുലർച്ചെ അവിടുത്തെ സമയം 3:50-ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ണൂരിലെത്തും. അവസാനത്തെ മടക്ക വിമാനം ജൂലൈ 19-ന് വൈകുന്നേരം അവിടുത്തെ
ഇവിടുത്തെ സമയം 3:10 പുറപ്പെട്ട് രാത്രി 11:20 കണ്ണൂരെത്തും. കണ്ണൂരിൽ നിന്നും 3164 പേരാണ് ഹജ്ജിന് പോകുന്നത്. ഇതിൽ 1265 പുരുഷന്മാരും 1899 സ്ത്രീകളുമാണ്. കേരളത്തിന് പുറത്തുള്ള 54 തീർത്ഥാടകർ കണ്ണൂർ വഴി പോകുന്നുണ്ട്. ഇതിൽ 37 പേർ കർണാടകയിൽ നിന്നും, 14 പേർ പോണ്ടിച്ചേരിയിലെ മാഹി മേഖലയിൽ നിന്നും, 3 പേർ മഹാരാഷ്ട്രയിൽ നിന്നുമാണ്. വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു. AR എക്സലൻസ് അക്കാദമിയുടെയും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി ഡോക്ടർ വി ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. AR എക്സലൻസ് അക്കാദമിയും അഹല്യ ഐ ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന കണ്ണ് പരിശോധനാ ക്യാമ്പാണ് ഇവിടെ. അതിൻ്റെ ചെയർപേഴ്സൺ ഇവിടെയുണ്ട്, റിയ മേഡം അല്ലേ? അവർ തന്നെ നമ്മളോട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും. മേഡം, നമുക്ക് സാധാരണ ഒരു 40-45 വയസ്സാകുമ്പോഴത്തേക്കാണ് കണ്ണിന് കാഴ്ച കുറയുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നത്. പക്ഷേ അതിലുപരി ഇന്ന് ചെറിയ കുട്ടികൾക്കാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റ് TV നിരന്തരം കാണുന്നത് ആ രീതിയിലുള്ള എന്താണ് അതിനെക്കുറിച്ച് അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഈ പരിശോധനയിൽ? ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ ഈ അഹല്യ ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് ഞങ്ങൾ നടത്തുന്ന ഈ ഒരു സംരംഭം കാഴ്ച കുറവുള്ള എല്ലാവർക്കും സൗജന്യമായിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ കുട്ടികളെന്നോ വലിയ ആൾക്കാരെന്നൊന്നും ഇല്ല. കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളിപ്പം കൂടുതലായിട്ടും ഫോൺ യൂസ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം കൂടുതലും ഈ ഒരു കാഴ്ചശക്തി കുറവ് ഉള്ള ഒരു പ്രശ്നങ്ങൾ കുട്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരുന്നത് പുറത്തുനിന്നായിരുന്നു. കുട്ടികളിപ്പോൾ ഒന്ന് അകത്തുനിന്നാണ് ഫോണിൽ കൂടുതൽ. അതായിരിക്കണം കൂടുതലും ഈ ഒരു കാഴ്ചയുടെ പ്രോബ്ലം വരാൻ മെയിനായിട്ടുള്ള റീസൺ. മാഡം, ഈ AR ഫൗണ്ടേഷൻ AR എക്സലൻസ് അക്കാദമി അത് മറ്റെന്തൊക്കെ കോഴ്സുകളാണ് ചെയ്യുന്നത്? ഞങ്ങൾ AR എക്സലൻസ് അക്കാദമിയിൽ പൊതുവായിട്ട് പാരാമെഡിക്കൽ കോഴ്സസാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലാതെയും NTTC MTTC അതുപോലെ ടീച്ചിങ് കോഴ്സസും കൂടി ഞങ്ങളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ കോഴ്സസ് ഉണ്ട്. മെയിനായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് BVOC കോഴ്സസാണ്, ഡിഗ്രി കോഴ്സസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ MLT കോഴ്സസ്, പിന്നെ ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഐസെക്സ് യൂണിവേഴ്സിറ്റി, അത് ആറോളം യൂണിവേഴ്സിറ്റി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ. ഇനി അങ്ങോട്ടും നമ്മൾ ഇതുപോലെ തന്നെ സാമൂഹ്യ സേവനം രംഗത്തേക്ക് ഇറങ്ങാനെന്നാണ് നമ്മുടെ തീരുമാനം. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതുപോലെ സ്കൂൾ കോളേജിലെ പഠനം ആയാലും അത് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യാൻ ചില ഓരോ അങ്ങനെയുള്ള ബാക്ക്വേർഡായ കുട്ടികൾക്ക് അങ്ങനെയുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സാമൂഹിക സേവന രംഗത്തേക്ക് ഇറങ്ങുന്ന ഇതേപോലുള്ള സംഘടനകളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതും പ്രൊമോട്ട് ചെയ്യേണ്ടതും നമ്മുടെയൊക്കെ കടമയാണ്. ക്യാമറമാൻ ലിജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പിൽ ചാരായ സഹിതം യുവാവ് എക്സൈസ് കസ്റ്റഡിയിൽ. കുറുക്കൂട്ടിൽ നിന്നും 2 ലിറ്റർ ചാരായവുമായി P ഷിബുവിനെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രൻ പിടികൂടിയത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രനും സംഘവും മത്തിൽ, കുറുക്കൂട്ടി, കുറുവേലി ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് കുറുക്കൂട്ടിയിൽ നിന്നും 2 ലിറ്റർ ചാരായം സഹിതം P ഷിബു അറസ്റ്റിലാവുന്നത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. റെയ്ഡിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ AV രതിക, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സനേഷ് PV, P സൂരജ്, ഡ്രൈവർ അജിത് എന്നിവരും ഉണ്ടായിരുന്നു. ഐസെക്ട് യൂണിവേഴ്സിറ്റി ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് ദാന ചടങ്ങ് മഹാത്മാ മന്ദിരത്തിൽ നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കോളേജ് ചെയർമാൻ MA റിയാനക്ക് അവാർഡ് കൈമാറി. KPIF സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനോയ് കൈവേലി ചടങ്ങിൽ പങ്കെടുത്തു. 12 ടെസ്റ്റിൽ വിജയികളായ വിദ്യാർത്ഥികളെയും പ്രഖ്യാപിച്ചു. കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് 2 സീറ്റിൽ KSUവിന് അട്ടിമറി വിജയം. KSU സ്ഥാനാർത്ഥികളായി മത്സരിച്ച ആഷിത് അശോകൻ, സൂര്യ അലക്സ് എന്നിവരാണ് ജയിച്ചത്. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് KSU പ്രതിനിധികൾ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്.
ആഷിത് അശോകൻ പ്രൊഫഷണൽ കാറ്റഗറി വിഭാഗത്തിലും സൂര്യ അലക്സ് റിസർച്ച് വിഭാഗത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് KSU പ്രതിനിധികൾ സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. MSF പാനലിൽ മത്സരിച്ച 2 പേരും വിജയിച്ചു. ഫർഹാന TP, മുഹമ്മദ് ഹസീബ് TK എന്നിവരാണ് വിജയിച്ചത്. വിജയിച്ച KSU പ്രവർത്തകരെ ആനയിച്ച് കണ്ണൂർ നഗരത്തിൽ KSU പ്രവർത്തകർ പ്രകടനം നടത്തി. ഇന്നലെ വൈകുന്നേരം അന്തരിച്ച ഗാന്ധിയനും സാഹിത്യകാരനുമായ കവിയൂർ രാഘവന്റെ ഭൗതിക ശരീരം ഇന്ന് ഉച്ചയോടെ പയ്യാമ്പലത്ത് സംസ്കരിച്ചു. തികച്ചും ആകസ്മികമായി കണ്ണൂർ പള്ളിക്കുന്നിലെ വസതിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. സാഹിത്യ പ്രവർത്തനവും കലാപ്രവർത്തനവും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനവും ഇവയാണ് എൻ്റെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ജീവിത ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച് കൃത്യമായി ചാർട്ട് തയ്യാറാക്കി പരിപാടികൾ നടത്തി മാത്രമല്ല പങ്കെടുപ്പിക്കേണ്ടവരൊക്കെ പങ്കെടുപ്പിച്ച് അംഗീകരിക്കേണ്ടവരെ അംഗീകരിച്ച് അതങ്ങനെ ഒരു ഇടവേളയും ഇല്ലാതെ നടത്തിയ ഒരാളാണ് അദ്ദേഹം. അപ്പം നമുക്കറിയാം സാഹിത്യ സാംസ്കാരിക മേഖലയിലൊക്കെ തന്നെ ചില മേഖലകളിൽ അതിൻ്റെ മൂല്യശോഷണമൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ വലിയ പൊലിമയോടെ അത് നടത്തി ആ മേഖലയിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുമ്പോൾ ഇവയൊന്നും ശ്രദ്ധിക്കപ്പെടാത്തവരുടെ ശബ്ദമായി അവർക്കുടെ പ്രതിനിധിയായി അവരെ വളർത്താൻ വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ഒരാളാണ് ശ്രീ കവിയൂർ രാഘവേട്ടൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പയ്യാമ്പലത്തെ സംസ്കാര ചടങ്ങിന് ശേഷം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന അനുശോചന യോഗത്തിൽ ആർട്ടിസ്റ്റ് ശശികല അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ മുസ്ലിം മഠത്തിൽ, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, മാർട്ടിൻ ജോർജ്, ഡോക്ടർ NK ശശീന്ദ്രൻ, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് TO മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ 1.5 മാസമായി നടന്നുവരുന്ന സബ് ജൂനിയർ ഫുട്ബോൾ മത്സരങ്ങൾ സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ കാഞ്ഞിരോട് ശങ്കരവിലാസം UP സ്കൂൾ 1-നെതിരെ 3 ഗോളുകൾക്ക് കൂഞ്ഞങ്ങോട് UP സ്കൂളിനെ പരാജയപ്പെടുത്തി ജേതാക്കളായി. 81 കാലഘട്ടത്തിലാണ് ഫുട്ബോൾ കളി തുടങ്ങിയതെന്നും 91-ൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിഞ്ഞതായും വിദ്യാർത്ഥികളായ നിങ്ങൾക്കും സ്വയപ്രയത്നത്തിലൂടെ ഭാവിയിൽ നല്ല കളിക്കാരാകാൻ കഴിയുമെന്നും മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ K. സൂന പറഞ്ഞു. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടന്ന ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. 32 ടീമുകൾ പങ്കെടുത്തു. ടൂർണമെന്റിന്റെ മികച്ച കളിക്കാരനായി ശങ്കരവിലാസം UP സ്കൂളിലെ മുബീൻ നൌഷാദ് TPയെ തെരഞ്ഞെടുത്തു. സമാപന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ K. പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. U. മഞ്ജു ടീച്ചർ സ്വാഗതം പറഞ്ഞു. മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ K. സൂന ട്രോഫികൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ശ്രീജ മഠത്തിൽ, അന്താരാഷ്ട്ര റഫറി TV അരുണാചലം, സ്കൂൾ കോർഡിനേറ്റർ CP റഷീദ ടീച്ചർ, കായികാധ്യാപകൻ PK ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,650 രൂപ, പവന് 53,200 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് ഓട്ടോ ഡ്രൈവർ ചിത്രലേഖയ്ക്ക് ഓട്ടോറിക്ഷ നൽകി ആം ആദ്മി പാർട്ടി. CPM-മായി നിരന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ചിത്രലേഖയ്ക്ക് കിട്ടിയത് ഉപജീവനമാർഗം. കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെട്ടു. യാത്ര തിരിച്ചത് 361 യാത്രക്കാരുമായി. മടക്ക വിമാനം മദീനയിൽ നിന്നും ജൂലൈ 10-ന് പുറപ്പെടും. കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പ് 2 സീറ്റിൽ KSUവിന് അട്ടിമറി വിജയം. MSF പാനലിൽ മത്സരിച്ച 2 പേർക്കും വിജയം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.